വടക്കൻ മേഖലയിൽ മഴ ശക്തം. മാവൂർ, ചാത്തമംഗലം പഞ്ചായത്തുകളിൽ വെള്ളം കയറി. എഗരൂർ കക്കയം റോഡിൽ മണ്ണിടിഞ്ഞു. വിവരങ്ങളുമായി അഭിന ചേരുന്നുണ്ട്. അഭിന, വടക്കൻ മേഖലയിലും ശക്തമായ മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ ചാത്തമംഗലം, മാവൂർ ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറി. വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. എഗരൂരും കക്കയം റോഡിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടം. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, മലയോര മേഖലയിലും അതുപോലെ തന്നെ നഗരത്തിലും മഴ കനക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മലയോര മേഖലയിലെ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചാലിയാറിലും അതുപോലെ തന്നെ ഇരുവഴിഞ്ഞിപ്പുഴയിലും ജലനിരപ്പ് ഉയർന്നതോടെയാണ് മാവൂർ അതുപോലെ തന്നെ ചാത്തമംഗലം പഞ്ചായത്തുകളുടെ പ്രദേശങ്ങളിലേക്ക്, താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നത്. പല വീടുകളും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് ഇപ്പോൾ തുടരുന്നത്. അതോടൊപ്പം തന്നെ ചാത്തമംഗലത്തുള്ള നിരവധി വാഴകൃഷികളും ഇതിനോടകം നശിച്ചിട്ടുണ്ട്. വാഴകൃഷികളാണ് കൂടുതലായും നശിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലയിലെ പല താഴ്ന്ന പ്രദേശങ്ങളിലും, മാവൂരിലാണ് പ്രധാനമായും ഈ വെള്ളപ്പൊക്ക ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ റോഡുകളിലെല്ലാം തന്നെ വെള്ളം കയറിയതോടുകൂടി ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുകയാണ്. നഗരത്തിലെ കാര്യം എടുത്തു നോക്കുമ്പോൾ നഗരത്തിൽ ജാഫർഖാൻ കോളനി റോഡ്, അതുപോലെ തന്നെ അശോകപുരം പുതിയ ബസ് സ്റ്റാൻഡ് റോഡ്, മാവൂർ റോഡ്, അതോടൊപ്പം തന്നെ LIC റോഡ്, കിഡ്സൺ കോർണർ റോഡ്, കോട്ടൂളി റോഡ് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വെള്ളമാണ് കയറിയിട്ടുള്ളത്. ഇനി ഈ മഴ കൂടുകയാണെങ്കിൽ ഒരു പക്ഷേ കടകളിലേക്ക് ഈ വെള്ളം കയറാനുള്ള സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ വിലങ്ങാട്, ഇതിനു മുൻപ് ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് ഇത്തരത്തിൽ 16 വീടുകളിലുള്ള ആളുകളെയാണ് മറ്റ് ക്യാമ്പുകളിലേക്കായി മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയ മഴയോടുകൂടി 4 ദിവസത്തിനുള്ളിൽ തന്നെ 2 ദിവസത്തോടുകൂടി തന്നെ 4 മരണങ്ങളാണ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികൃതരുടെ മുന്നറിയിപ്പ് പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പറയാനുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇടിയും മഴയും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ, കാറ്റും മഴയും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം കോടഞ്ചേരിയിൽ 2 വിദ്യാർത്ഥികൾ തോട്ടിൽ കുളിക്കാൻ ഇറങ്ങിയ 2 കുട്ടികളാണ് മരിച്ചത്. പക്ഷേ ഈ കുട്ടികൾ അറിഞ്ഞിരുന്നില്ല ഈ പോസ്റ്റ് ഒടിഞ്ഞ് വീണിട്ടുണ്ട് എന്നുള്ളൊരു വിവരം. ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് അധികൃതർ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ലൈൻ കമ്പികൾ പൊട്ടി വീഴാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മലയോര മേഖലയെ പ്രത്യേകിച്ച്, അതായത് മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം വനനിബിഡമായ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഈ മഴ അടുക്കുന്നതോടുകൂടി കാർമേഘം ഇരുണ്ടും കൂടാനും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാറ്റടിക്കുന്ന സാഹചര്യത്തിൽ ലൈൻ കമ്പികൾ പൊട്ടി വീഴാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ പുഴയിലേക്ക് കുളിക്കാൻ ഇറങ്ങുന്നവരും അതോടൊപ്പം തന്നെ കുട്ടികളടക്കം സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാർ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ കുട്ടികളെ ധരിപ്പിക്കേണ്ടതാണ്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ബീച്ചിനെ സംബന്ധിച്ചിടത്തോളം കോതി ബീച്ചിനോട് ചേർന്നാണ് കഴിഞ്ഞ തവണ കടൽക്ഷോഭം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബീച്ചിനോട് ചേർന്നിരിക്കുന്ന ആളുകൾക്കെല്ലാം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലും അതോടൊപ്പം തന്നെ മാവൂർ റോഡിലും ഇപ്പോഴും വലിയ രീതിയിലൊരു വെള്ളക്കെട്ട് തുടരുകയാണ്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സമുണ്ട്. പിന്നെ അതുപോലെ തന്നെ താമരശ്ശേരി, വയനാട് ചുരത്തിലെല്ലാം ഈ മഴയും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള കോടമഞ്ഞും മഴയും ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ അനാവശ്യ യാത്രകൾ, വയനാട് താമരശ്ശേരി ഭാഗത്തേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നൊരു മുന്നറിയിപ്പും ഇതിനോടകം നൽകുന്നുണ്ട്. ശരി.